ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അവർക്ക് നമ്മൾ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് കൊടുക്കൂലേ, അപ്പോൾ അതിന് പകരം നമുക്ക് ചോക്ലേറ്റിനേക്കാളും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളതും കുട്ടികൾ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്നതുമായ ഒരു സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ട ബിസ്ക്കറ്റിൻ്റെ പുതിയൊരു വേർഷൻ, അതായത് ചോക്ലേറ്റ് മുട്ട ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് എഗ്ഗ് ബിസ്ക്കറ്റ്. ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ട ബിസ്ക്കറ്റ് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. പക്ഷേ ഈ ബിസ്ക്കറ്റ് നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല. കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടെ ഇത് കഴിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് മൈദയിലും 2 ടേബിൾ സ്പൂൺ കുറവാണ് ഞാനിപ്പോൾ ഈ ഒരു കപ്പിലെടുത്തിരിക്കുന്നത്. ആ 2 ടേബിൾ സ്പൂണിന് പകരം ഞാൻ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർക്കാം. അപ്പോൾ 1 കപ്പ് പൊടിയാകും. കറക്റ്റായിട്ട് 1 കപ്പ് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അരിപ്പയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. താഴെ പാത്രം വെക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുത്ത് അരിച്ചെടുക്കുക. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡറും പിന്നെ കൊക്കോ പൗഡറും മൈദ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാകും. അതിനുശേഷം താഴെയുള്ള പാത്രത്തിൽ അരിച്ചതിന് ശേഷം ഒന്നുകൂടി മിക്സ് ആക്കണം, അല്ലെങ്കിൽ കുറച്ച് അവിടെ ആയിട്ടിരിക്കും. എന്നിട്ടിത് മാറ്റി വയ്ക്കുക. 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഞാൻ ഡാർക്ക് വാനില എസൻസാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ടയുടെ വല്ലാത്ത ചുവയില്ല, അതൊക്കെ മാറിക്കിട്ടും എസൻസ് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ. അപ്പോൾ ഞാൻ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ഉപയോഗിക്കാം. പിന്നെ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിന് 1 കപ്പ് പഞ്ചസാര ഞാൻ നന്നായിട്ട് മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. നിങ്ങൾക്ക് കൂടുതലും വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമുക്ക് ആ ബീറ്റ് ചെയ്ത് എഗ്ഗ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. കുറച്ച് വലിയ ബൗളിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. കുറച്ചായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക. ഒരു സൈഡിലേക്ക് ഇളക്കണം കേട്ടോ മിക്സ് ചെയ്യുമ്പോഴേക്കും. പിന്നെ ഇതിലേക്ക് വന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ ചേർക്കുക. അതിനുശേഷം പഞ്ചസാര പൊടിച്ച് വെച്ചത് കുറച്ച് ചേർക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന പൊടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബാക്കിയുള്ള പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഭയങ്കര കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ചുകൂടി കട്ടിയാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഒരേ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ഇങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നാലേ ഈ ബാറ്ററൊക്കെ നല്ല സ്മൂത്ത് ആകുള്ളൂ. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള കൺസിസ്റ്റൻസി. നമുക്കിനി ഇത് റെഡിയാക്കാനുള്ള ബാഗ് എടുക്കാം. എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗൊന്നും ഇല്ല. ഞാനിത് ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത്. ഈ കവർ കുറച്ച് വലുതാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കോർണർ ഭാഗം വെച്ചിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കുറച്ച് ചെറുതാക്കി എടുക്കാൻ പോവുകയാണ്. നമുക്ക് കുറച്ച് ബാറ്ററല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അതനുസരിച്ച്
ചെറുതാക്കി ഈ പ്ലാസ്റ്റിക് ബാഗ് കട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്കിതൊന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കോർണർ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കപ്പിലോ അല്ലെങ്കിൽ കുറച്ച് വാവട്ടമുള്ള പാത്രത്തിലോ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കോർണർ ഭാഗം അടിയിൽ വരത്തക്ക വിധം ഉള്ളിലേക്ക് ആക്കിയിട്ട് പുറത്തേക്ക് മടക്കി വെക്കുക. ഉള്ളിൽ കുറച്ച് കൈകൊണ്ട് നന്നായിട്ട് കടത്തി അത് അകത്തി വയ്ക്കുക. അതിനുശേഷം ആ ബാറ്റർ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഈ കവറിൽ നന്നായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിക്കോളും ഈ ബാറ്റർ. അപ്പോൾ ഞാനതെല്ലാം ഉള്ളിലേക്ക് ഈ പ്ലാസ്റ്റിക് ബാഗിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ആ പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗമില്ലേ, ആ അറ്റം, അതൊന്ന് ചെറിയതായിട്ട്, വളരെ ചെറുതായിട്ട് കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. എന്നിട്ട് നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഇത് ബിസ്ക്കറ്റിൻ്റെ ഇതിൽ അറിയാമല്ലോ, ചെറിയ മുട്ട ബിസ്ക്കറ്റിൻ്റെ ആകൃതിയിൽ കുറേശ്ശെ നമുക്ക് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. ഇരിക്കും തോറും ഈ ബാറ്ററി ലൂസാവും. അപ്പോൾ നമ്മൾ കുറച്ച് അകലത്തിൽ ഇട്ട് കൊടുക്കാം. ഇത് ലൂസായി വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അടുത്തതിലോട്ടൊക്കെ മുട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും 2-3 ഒരുമിച്ച് മുട്ടിയിരിക്കുന്നതൊക്കെ കണ്ടിട്ടില്ല. നമ്മളത് ഒടിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് കുറേശ്ശെ അകത്തി ഇട്ട് കൊടുക്കുക. നമ്മൾ ബേക്ക് ചെയ്യാനുള്ളത് മാത്രം ഇതുപോലെ ഇട്ടിട്ടെടുക്കുക. നേരത്തെ ഒഴിച്ച് വയ്ക്കരുത്, കുറേ ലൂസായി പോവും. ബാക്കിയുള്ളത് നമുക്ക് ഈ പ്ലാസ്റ്റിക് ബാഗിൽ തന്നെ വെച്ചാൽ മതിയാകും. അടുത്തത് ഇടാറാവുമ്പോഴേക്കും നമുക്കിത് പാത്രത്തിലോട്ട് ഇട്ടെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഏകദേശം ഇതുപോലത്തെ 2 പാത്രത്തിലാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ അതിലെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരേപോലെ പൊങ്ങി വരും. അപ്പോൾ ഞാനിത് 2 കേക്ക് ടിന്നിൽ ഇതുപോലെ ബാറ്ററി ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ നേരത്തെ തന്നെ ഒരു പാൻ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ചൂടാക്കിയ പാനാണ്. ഈ പാനിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ട് മീഡിയം ഹീറ്റിൽ 20 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നിട്ട് ഈ കേക്ക് ടിന്ന് നമുക്കിത് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് റെഡിയായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ ബോട്ടം ഭാഗം, ഈ ബിസ്ക്കറ്റിൻ്റെ ബോട്ടം ഭാഗം നന്നായിട്ട് ക്രിസ്പായിട്ടുണ്ടാകും. പക്ഷേ മുകൾ ഭാഗം കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അതിനിത് തണുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ബേക്ക് ചെയ്യണം. 10 മിനിറ്റ് വീണ്ടും ചൂടായ പാനിൽ ബേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മറ്റേ കേക്ക് ടിന്നും കൂടി ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കേക്ക് ടിന്നും ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് 20 മിനിറ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേക്ക് ടിന്ന് ഒന്നുകൂടി 10 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ ഞാൻ ആ 2 പാത്രത്തിലുള്ള ബിസ്ക്കറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം 20 മിനിറ്റ് വീതം രണ്ടും ചൂടാക്കി ബേക്ക് ചെയ്തെടുത്തു. അതിനുശേഷം തണുത്തതിന് ശേഷം വീണ്ടും 10 മിനിറ്റ് ചൂടായ പാനിൽ ബേക്ക് ചെയ്തെടുത്തു. 2 പാത്രത്തിലുള്ളതും അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് കിട്ടി. വളരെ ഡെലീഷ്യസും ക്രിസ്പിയുമായിട്ടുള്ള ബിസ്ക്കറ്റാണിത്. കണ്ടിന്യൂസ് ആയിട്ട് 30 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ബിസ്ക്കറ്റ് കുറച്ച് ഹാർഡായി പോവും. അപ്പോൾ അതിന് നമ്മൾ 20 മിനിറ്റ് ബേക്ക് ചെയ്തതിന് ശേഷം തണുപ്പിച്ചിട്ട് വീണ്ടും 10 മിനിറ്റ് ചൂടായ പാനിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചോക്ലേറ്റ് മുട്ട ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ. ഞാനാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. വിപണിയിൽ ആദ്യമായിട്ടായിരിക്കും ഈ ചോക്ലേറ്റ് മുട്ട ബിസ്ക്കറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ക്രിസ്പിയാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ക്രിസ്പിയാണ് കേട്ടോ. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ക്രിസ്പിയാണ്. കേട്ടല്ലോ കഴിക്കുന്നത്.
മധുരം കുറച്ച് കുറവാണ് കേട്ടോ. കുട്ടികൾക്കാവുമ്പോൾ കുറച്ചുകൂടി മധുരമാകാം. ഈ ചോക്ലേറ്റ് മുട്ട ബിസ്ക്കറ്റ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ പ്ലേറ്റ് വളരെ പെട്ടെന്ന് കാലിയാക്കി തരും. പിന്നെ ഇത് കഴിക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്. കാരണം ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ബിസ്ക്കറ്റുകളിൽ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്